നമ്മൾ പ്രൊഫിൻ ERP സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു പർച്ചേസ് ഓർഡർ ചെയ്യാൻ നോക്കാം. മെനു കൊടുക്കാം. മെനുവിൽ IMSൽ ട്രാൻസാക്ഷനിൽ പർച്ചേസ് ഓർഡർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോം ഓപ്പൺ ആയി വരും. ഫസ്റ്റത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവോയ്സ് നമ്പർ ആണ്. ഇൻവോയ്സ് നമ്പർ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയി വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സപ്ലയർ ചൂസ് ചെയ്യാവുന്നതാണ്. ജനറൽ സപ്ലയർ ഡിഫോൾട്ടായിട്ട് ഇവിടെ സെറ്റ് ആയിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ സപ്ലയർ നെയിം ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് സെർച്ച് ആയി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ആവും. നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് സപ്ലൈ മെത്തേഡ്, ദെൻ ട്രാൻസ്ഡേറ്റ്, നിങ്ങൾ ട്രാൻസാക്ഷൻ ഡേറ്റ്. ഇനി ഇവിടെ ഒരു മോർ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബിൽ കറൻസി ടൈപ്പ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. അത് ഡിഫോൾട്ടിൽ നിങ്ങൾ സെറ്റ് ചെയ്തത് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. പിന്നെ അലോക്കേഷൻ, റെഫറൻസ് നമ്പർ, റെഫറൻസ് ഡേറ്റ്, പിന്നെ സപ്ലൈ റെഫറൻസ് നമ്പർ, അങ്ങനെ കുറച്ച് ഫീൽഡുകൾ ഉണ്ട്. നിങ്ങൾക്ക് അത് ഇവിടെ സേവ് ചെയ്യേണ്ട ആവശ്യം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പർച്ചേസ് ഓർഡർ ചെയ്യേണ്ട ഐറ്റം ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏതാണോ ഐറ്റം പർച്ചേസ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. അപ്പോൾ അത് ബാർകോഡ് അരമ്പളായിട്ട് ഇവിടെ ബാർകോഡ് ഫീൽഡ് വരും. ഇനി പ്രൊഡക്റ്റ് നെയിം, നെക്സ്റ്റ് പാക്കിംഗ് സെലക്ട് ചെയ്യാം. പാക്കിംഗ് മാറ്റി കൊടുക്കണമെങ്കിൽ മൾട്ടിപ്പിൾ പാക്കിംഗ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗണിൽ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത റേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഇനി റേറ്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ മാറ്റി കൊടുത്താൽ അതിനനുസരിച്ച് വരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേറൊരു പ്രൊഡക്റ്റും കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ചൂസ് ചെയ്ത് അടുത്ത പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റ് ജസ്റ്റ് കൊടുക്കാം. അത് മൾട്ടിപ്പിൾ പാക്കിംഗ് ഉള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പാക്കിംഗ് ചൂസ് ചെയ്യാം. ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യാം. റേറ്റ് കൊടുക്കാം. ഇനി അതിനുശേഷം ജസ്റ്റ് സേവ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ട്രാൻസാക്ഷൻ സേവ് ആയി. അതായത് നിങ്ങൾ കൊടുത്ത പർച്ചേസ് ഓർഡർ സേവ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ കൊടുത്ത പർച്ചേസ് ഓർഡർ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ ലിസ്റ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. അതിൽ ജസ്റ്റ് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണാം. അല്ലാതെ മെനുവിലൂടെ പോയണമെങ്കിൽ IMSൽ റിപ്പോർട്ട്സ് എടുക്കാം. റിപ്പോർട്ട്സിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ ഇവിടെ പർച്ചേസ് ഓർഡർ എന്നുള്ളതുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താലും ഇങ്ങനെ വരും. ഇനി നിങ്ങൾ ചെയ്ത ഈ പർച്ചേസ് ഓർഡറിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു GDNO അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവറി നോട്ട് അല്ലെങ്കിൽ ഒരു പർച്ചേസ് ഇൻവോയ്സ് ആക്കി മാറ്റണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാം. ഇവിടെ നോട്ട് കൺവേർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഗുഡ്സ് റിസീവ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് GRNലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കൊടുത്ത ഡാറ്റാസ് ഒക്കെ വരും. ജസ്റ്റ് ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അത് GRN ആയി കൺവേർട്ട് ആയി കഴിഞ്ഞു. അത് ലിസ്റ്റ് കാണണമെങ്കിൽ ഇതാ ജസ്റ്റ് നേരത്തെ പോലത്തെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ മെനുവിൽ പോയിട്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ GRN ചൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ചെയ്ത ഈ GRN നിങ്ങൾക്ക് വീണ്ടും കൺവേർട്ട് ചെയ്ത് പർച്ചേസ് ഇൻവോയ്സ് ആക്കണം. അതിന് വീണ്ടും ഈ ലിസ്റ്റ് ഒന്ന് നോട്ട് കൺവേർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അവിടെ ഡയറക്റ്റ് അത് പർച്ചേസ് ഇൻവോയ്സിലേക്ക് ആയി സെറ്റായി വന്നു കാണും മുകളിൽ എന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസ് ഓർഡറിനെ ഫസ്റ്റ് GRN ആയി കൺവേർട്ട് ചെയ്തു. അതിനുശേഷം പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ട്രാൻസാക്ഷൻ സേവ് ആയി. ഇവിടെ ലിസ്റ്റിൽ പോയാൽ നിങ്ങൾ പർച്ചേസ് ഇൻവോയ്സിൻ്റെ ട്രാൻസാക്ഷൻ കാണാം. ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. അല്ല ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഈ ബട്ടൺ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് വ്യൂ ചെയ്യാൻ മാത്രമായിട്ടുള്ളൊരു ഫോമിലേക്ക് ലോഡായിട്ട് വരും. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ഓർഡർ ചെയ്യാതെ പർച്ചേസ് ഇൻവോയ്സ് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ IMSൽ ട്രാൻസാക്ഷനിൽ പർച്ചേസ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കൊടുത്ത പോലെ നിങ്ങൾ ഡാറ്റ കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാലും പർച്ചേസ് ഇൻവോയ്സ് ചെയ്യാം. അല്ല ഇനി പർച്ചേസ് ഓർഡർ ചെയ്തിട്ട് GRN ആയിട്ട് കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ് പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്.